ലോകത്തിൽ ദാരിദ്ര്യം കുറയുന്നില്ല. എന്നാൽ ശതകോടീശ്വരന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ ബിസിനസ് മാസികയാണ് ഫോർബ്സ് മാസിക തയ്യാറാക്കിയ പട്ടിക പ്രകാരം ഇപ്പോൾ ലോകത്തിൽ 3028 ശതകോടീശ്വരന്മാരുണ്ട്. 1 ബില്യൺ അമേരിക്കൻ ഡോളറിന് മുകളിലുള്ളവരെയാണ് ശതകോടീശ്വരന്മാരായി കണക്കാക്കുന്നത്. ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ളത് അമേരിക്കയിലാണ്, 902 പേര്. രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ്, 516 പേര്. ഇന്ത്യ 3-ാം സ്ഥാനത്തുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. 205 ശതകോടീശ്വരന്മാരാണ് ഇന്ത്യയിലുള്ളത്. ശതകോടീശ്വരന്മാരായ ആദ്യത്തെ 10 പേരിൽ 9 പേരും അമേരിക്കക്കാരാണ്. പട്ടികയിൽ 5-ാം സ്ഥാനത്തുള്ള ബെർണാർഡ് അനോർട്ട് മാത്രമാണ് അമേരിക്കക്കാരനല്ലാത്ത കോടീശ്വരൻ. അദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. ശതകോടീശ്വരന്മാരുടെ മൊത്തം ആസ്തി 2000 ആണ്ടിൽ 1 ട്രില്യൺ ആയിരുന്നു. 2025 അത് 16 ട്രില്യൺ ഡോളറായി ഉയർന്നു. 1 ട്രില്യൺ 1 ലക്ഷം കോടി അമേരിക്കൻ ഡോളറിന് തുല്യമാണ്. ലോകത്തിൽ ആർക്കും 1 ട്രില്യൺ ആസ്തിയില്ല. എന്നാൽ 2027 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ എലോൺ മസ്ക് ട്രില്യണറായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നമ്മുടെ ഈ വീഡിയോയിൽ 3 മുതലാളിമാരെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുക. ആദ്യത്തേത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എലോൺ മസ്കാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി 342 ബില്യൺ ഡോളറാണ്. 434 ബില്യൺ ഡോളർ അദ്ദേഹത്തിനുണ്ട് എന്ന് മറ്റ് കണക്കുകളിൽ കാണുന്നുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ളവർക്ക് ഇദ്ദേഹത്തിൻ്റെ ആസ്തിയുടെ ഏതാണ്ട് പകുതിയോളമേ വരുന്നുള്ളൂ. ഈ സമ്പത്ത് അദ്ദേഹം എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? ഇത്രയും വലിയ സമ്പന്നനായിരുന്നിട്ടും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ട വിധത്തിൽ സ്വത്ത് ഉപയോഗിക്കുന്നില്ല എന്ന ആക്ഷേപം അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. എലോൺ മസ്ക് തൻ്റെ ആസ്തി പുതിയ സംരംഭങ്ങളിൽ നിക്ഷേപിച്ച് അത് വർദ്ധിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. അതിസമ്പന്നനാണെങ്കിലും അദ്ദേഹം ഏറ്റവും നല്ല നിക്ഷേപകനാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്ക് പറയുന്നവരുമുണ്ട്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിയെക്കുറിച്ചാണ്. അത് മുകേഷ് അംബാനിയാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി 108 ബില്യൺ ഡോളറാണ്. ലോക കോടീശ്വര പട്ടികയിൽ മുകേഷ് അംബാനിയുടെ സ്ഥാനം 18ാമത്തേതാണ്. തൻ്റെ സമ്പത്ത് തൻ്റേതാണ് എന്ന് ചിന്തിക്കുന്നയാളാണ് അദ്ദേഹമെന്ന് അനുമാനിക്കാൻ ന്യായങ്ങളുണ്ട്. 15,000 കോടി രൂപയുടെ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അംബാനി കുടുംബത്തിൽ അടുത്ത കാലത്ത് നടന്ന വിവാഹത്തിൻ്റെ ചെലവ് 5,000 കോടിയായിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെ കുറിച്ചാണ്. അത് യൂസഫ് അലിയാണ്. അദ്ദേഹം ലോക ശതകോടി പട്ടികയിൽ 639ാം സ്ഥാനത്താണ്. അദ്ദേഹത്തിൻ്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് 570 കോടി ഡോളറാണ്. ലോക പട്ടികയിൽ അദ്ദേഹം പിന്നിലാണെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി യൂസഫ് അലി തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു കേൾക്കുന്നു. അതായത് പാവപ്പെട്ടവരെ സഹായിക്കാൻ മറ്റ് സമ്പന്നരേക്കാൾ താല്പര്യമുള്ളയാളാണ് യൂസഫ് അലി എന്ന്. സമ്പത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അതെങ്ങനെ ആർക്ക് എത്രത്തോളം വിതരണം ചെയ്യണമെന്ന് ഒരാളെ ഓർമ്മപ്പെടുത്തുന്നത്. സ്വത്ത് ആർജിച്ചത് താനാണെങ്കിലും അതിൻ്റെ അവകാശം ഇല്ലാത്തവർക്ക് കൂടി ഉള്ളതാണ് എന്ന് തിരിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
നല്ല മനുഷ്യർക്ക് മാത്രമാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുക. പറഞ്ഞു വരുന്നത് ധനസ്ഥിതിയേക്കാൾ പ്രധാനപ്പെട്ടത് മനസ്ഥിതിയാകുന്നു എന്നാണ്.